അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1306, സൂറത്തു തൗബ 86 മുതൽ 90 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദാ ഉൻസിലത് സൂറത്തുൻ അൻ ആമിനൂ ബില്ലാഹി വജാഹിദൂ മഅ റസൂലിഹി ഇസ്തഅ്ദനക ഉലുൽ ത്വൗലി മിൻഹും وقالوا ذرنا نكن مع القاعدين رضوا بأن يكونوا مع الخوالف وطبع على قلوبهم فهم لا يفقهون لكن الرسول والذين آمنوا معه جاهدوا بأموالهم وأنفسهم وأولئك لهم الخيرات وأولئك هم المفلحون أعد الله لهم جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإذا أنزلت سورة വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ അൻ ആമിനൂ ബില്ലാഹി വജാഹിദൂ മഅ റസൂലിഹി, നിങ്ങൾ അല്ലാഹുവെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സമരം ചെയ്യണം എന്ന് കൽപ്പിക്കുന്ന ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ ഇസ്തഅ്ദനക, തങ്ങളോട് സമ്മതം ചോദിക്കും, ഉലുൽ ത്വൗലി മിൻഹും, ആ കപടന്മാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ധനികന്മാരായ ആളുകൾ സമ്മതം ചോദിക്കും യുദ്ധത്തിന് വരാതിരിക്കാൻ. അതായത് വഖാലു, അവർ പറയുകയും ചെയ്യും, ദർന, ഞങ്ങളെ ഒഴിവാക്കൂ, നകും മഅൽ ഖാഇദീൻ, വീട്ടിലിരിക്കുന്നവരോടൊപ്പം ഞങ്ങളും ആവട്ടെ എന്ന് അവർ പറയുകയും ചെയ്യും. യുദ്ധത്തിന് വരാതിരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം എന്ന് ആ ധനികന്മാരായ ആളുകൾ പറയും. റളു, അവരിഷ്ടപ്പെട്ടു, ബിഅൻ യകൂനു മഅൽ ഖവാലിഫി, യുദ്ധത്തിന് പോകാതെ പിന്തിയവരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ ആവാൻ അവരിഷ്ടപ്പെട്ടു. സ്ത്രീകളും അതേപോലെ കുട്ടികളും ദുർബലരും ബലഹീനരുമായിട്ടൊക്കെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ അത്തരം തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ ആ പിന്തിയവരുടെ കൂടെ ഇരിക്കാൻ അവർ ഇഷ്ടപ്പെട്ടു. വതുബിഅ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ സീല് വെക്കപ്പെട്ടിരിക്കുന്നു. ഫഹും ലാ യഫ്ഖഹൂൻ, അതുകൊണ്ട് അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. ലാക്കിനിർ റസൂലു, പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, വല്ലദീന ആമനൂ മഅഹു, തങ്ങളുടെ കൂടെയുള്ള സത്യവിശ്വാസികളും, ജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ ശരീരങ്ങൾ കൊണ്ടും സമ്പത്തുകൾ കൊണ്ടും അവർ യുദ്ധം ചെയ്യുന്നു. വഉലൈക ലഹുമുൽ ഖൈറാത്തു, അവർക്ക് ധാരാളം നന്മകളുണ്ട്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയിച്ചവർ. അഅദ്ദല്ലാഹു ലഹും, അവർക്ക് അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നു, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ അവർക്ക് അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നു. ഖാലിദീന ഫീഹാ, ആരാമങ്ങളിൽ അവർ ശാശ്വതന്മാരായ നിലക്ക്. ദാലിക്കൽ ഫൗസുൽ അലീം, അത് മഹത്തായ വിജയമത്രേ. വജാഅൽ മുഅദ്ദിറൂന മിനൽ അഅറാബി, ഗ്രാമീണ അറബികളിൽ നിന്നുള്ള കാരണം ബോധിപ്പിക്കുന്നവർ വന്നു. ലിയുദന ലഹും, അവർക്ക് യുദ്ധത്തിന് പോകാതിരിക്കാൻ അനുവാദം നൽകപ്പെടാൻ വേണ്ടി തങ്ങളുടെ അടുത്ത് വന്നു. വഖഅദല്ലദീന കദബുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിക്കുന്നവർ അവര് സമ്മതം ചോദിക്കാൻ പോലും വരാതെ വീട്ടിലിരുന്നു. സയുസീബുല്ലദീന കഫറൂ മിൻഹും, എന്നാൽ അവരിൽ നിന്നുള്ള നിഷേധികളെ ബാധിക്കുന്നതാണ് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ ബാധിക്കുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞു. കപടന്മാരായിട്ടുള്ള ആളുകളുടെ നിലപാടുകളിൽ നിന്നുള്ള ചിലത് തന്നെയാണ് ഇവിടെയും അനാവരണം ചെയ്യുന്നത്. നേരത്തെ അവരുടെ കുറെ ദുസ്വഭാവങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു കഴിഞ്ഞ സൂക്തങ്ങളിൽ. എന്നാൽ യുദ്ധത്തിന് പോകാതിരിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനയുന്ന വിഷയത്തിൽ ഒന്നുകൂടി ഇവിടെ വിശദമായി പറയുകയാണ്. അതെന്താണ്? നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കണം, അതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പോരാട്ടത്തിൽ ഏർപ്പെടണം എന്നു കൽപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ അവതരിച്ചാൽ
ഉടനെ തന്നെ ധനികന്മാരും കഴിവുള്ളവരുമായിട്ടുള്ള യുദ്ധത്തിന് പോകാതിരിക്കാൻ കാരണങ്ങൾ തേടി നടക്കുന്ന ആളുകൾ തങ്ങളുടെ അടുത്ത് വരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയും, ദർന അനക്കും മഅൽ ഖാഇദീൻ, ഞങ്ങളെ വിട്ടേക്കണേ, ഒഴിവാക്കി തരണേ, ഞങ്ങൾ ഈ യുദ്ധത്തിന് പോകാതിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നോളാം, സമ്പത്ത് എന്ത് വേണമെങ്കിലും ഞങ്ങൾ തന്നേക്കാം എന്നവർ പറയും. നേരത്തെ ജദ്ദുബിനു ഖൈസ് എന്ന് പറയുന്ന കപടനായ നേതാവിന്റെ സ്വഭാവമൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ പണം എത്ര വേണമെങ്കിലും തരാം, പക്ഷേ യുദ്ധത്തിന് വരാൻ സാധിക്കില്ല, കാരണം ഞങ്ങൾക്ക് കാരണങ്ങളുണ്ട് എന്ന് ചുമ്മാ കള്ളം പറയും അവർ. അങ്ങനെ പറയുന്ന ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ച് തരികയാണ്. അല്ലാഹു തആല അവരെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കുകയും ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, വൈദാ ഉൻസിലത്ത് സൂറത്തുൻ, ഒരധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ, അധ്യായം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിലെ ഏതാനും വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ എന്ന് മാത്രമാണ്. അപ്പൊ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ആ ആയത്തിന്റെ കണ്ടന്റ് എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകരോടുകൂടെ യുദ്ധത്തിലേർപ്പെടണം എന്നാണെങ്കിൽ ആ യുദ്ധത്തിന് പോകണമെന്ന കൽപ്പനയോട് നേരെ ചൊവ്വേ അനുകൂലമായി പ്രതികരിക്കേണ്ട ബാധ്യതയുള്ള ആളുകൾ, കപടന്മാർ, അവർ നബി തങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനുള്ള വകുപ്പുണ്ടാക്കും. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, യഖൂലു തആല മുൻകിറൻ വദാമ്മൻ ലിൽ മുതഖല്ലിഫീന അനിൽ ജിഹാദ്, യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടും അതിനെ നിരാകരിച്ചുകൊണ്ടും അല്ലാഹു തആല പറയുകയാണ്, കഴിവുള്ളതിനോടുകൂടെ സാമ്പത്തിക സ്ഥിതി ഒക്കെയാണ്, ശാരീരിക സ്ഥിതിയും മെച്ചമാണ്, പോകുന്നതിന് തടസ്സങ്ങളൊന്നും യഥാർത്ഥത്തിലില്ല, അങ്ങനെയുള്ള ആളുകൾ ഭീരുത്വം കാരണത്താൽ യുദ്ധത്തിന് പോകാതിരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിൽ വന്ന് ത്യാഗം ചെയ്യണമെന്നൊരു ചിന്തയില്ലാത്തതിന്റെ പേരിൽ യുദ്ധത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള സ്വഭാവം സ്വീകരിക്കുന്നവർ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് സമ്മതം ചോദിക്കുന്നു വീട്ടിലിരിക്കാൻ. അതാണ് അവർ പറയുന്നത്, ദർന, ഞങ്ങളെ വിട്ടേക്കണം, നക്കും മഅൽ ഖാഇദീൻ, വീട്ടിലിരിക്കുന്നവരോടൊപ്പം ഞങ്ങൾ ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ വറളൂലി അൻഫുസിഹിം, അവർക്ക് വേണ്ടി തന്നെ തൃപ്തിപ്പെട്ടു, ബിൽ ആരി, ആക്ഷേപം, വൽ ഖുഊദി ഫിൽ ബലദി മഅൻ നിസാ, ഭാര്യ സ്ത്രീകളോടൊപ്പം വീട്ടിൽ നാട്ടിൽ തന്നെ ഇരിക്കുന്നതും അവരിഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ എന്തുണ്ടാകും? അവർക്ക് അവമതിപ്പുണ്ടാകും സമൂഹത്തിൽ. ധൈര്യമില്ലാത്തവർ, പേടിത്തൊണ്ടന്മാർ എന്നൊക്കെ അവരെക്കുറിച്ച് വിലയിരുത്തപ്പെടും. അപ്പൊ അതൊക്കെ വാസ്തവത്തിൽ സോഷ്യൽ ആയിട്ട് അവർക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. എന്നാൽ പോലും ആ ഡാമേജ് അവർ പ്രശ്നമാക്കുന്നില്ല, അവർ കാര്യമാക്കുന്നില്ല. യുദ്ധത്തിന് പോകാതിരിക്കാൻ യഥാർത്ഥത്തിൽ തടസ്സങ്ങളും കാരണങ്ങളും ഒന്നും ഇല്ലാതിരുന്നിട്ടും കാരണങ്ങളുണ്ടെന്ന വ്യാജേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് അവർ ചില കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് അവർ പറയും, തങ്ങളോട് വന്ന് യുദ്ധത്തിന് പോകാതിരിക്കാൻ അനുവാദം വാങ്ങും, അനുവാദം ചോദിക്കും. ആ അനുവാദം ചോദിച്ചുകൊണ്ട് അവർ പറയുന്നതാണ് വഖാലു, അവർ പറയുകയും ചെയ്യും, ദർന, ഞങ്ങളെ വിട്ടേക്കണം, നക്കും മഅൽ ഖാഇദീൻ, യുദ്ധത്തിന് പോകാതെ ഇരിക്കുന്നവരോടൊപ്പം ഞങ്ങൾ ഇരുന്നോട്ടെ എന്നവർ പറയും. ഇബ്നു കസീർ തുടർന്ന് പറയുന്നു, അങ്ങനെ യുദ്ധത്തിനുള്ള കൽപ്പനകൾ വന്നാൽ അവര് യുദ്ധത്തിന് പോകാതെ സൈന്യം പുറപ്പെട്ടു പോയതിനു ശേഷവും അവര് വീട്ടിൽ തന്നെ ഇരിക്കും. ഫൈദാ വഖഅൽ ഹർബു, അങ്ങനെ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ കാനു അജ്ബനന്നാർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീരുക്കളായിരിക്കും അവർ. ഫൈദാ കാന അംനുൻ, അതേസമയത്ത് നിർഭയത്വമുണ്ടായാലോ കാനു അക്സറന്നാസി കലാമൻ, ഏറ്റവും കൂടുതൽ വാചകമടിക്കുന്നവരായിരിക്കും അവർ. ഏറ്റവും കൂടുതൽ വാചകമടിക്കുന്നവരായിരിക്കും അവർ. എന്തിനും ഞങ്ങൾ റെഡിയാണ്, ആവശ്യമുണ്ടാകുമ്പോൾ വിളിച്ചാൽ മതി എന്നൊക്കെ അവർ പറയും. പക്ഷേ യുദ്ധത്തിന്റേതായിട്ടുള്ള കാഹളം മുഴങ്ങിയാൽ ഭീരുത്വത്തോടുകൂടെ മാളത്തിലൊളിക്കും. അതാണ് അവരുടെ നിലപാട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതായി മറ്റൊരായത്ത് ഇബ്നു കസീറോട് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? ഫൈദാ ജാഅൽ ഖൗഫു റഅയ്തഹും യൻദുറൂന ഇലൈക തദൂറു അഅ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹി മിനൽ മൗത്ത് ഫൈദാ ദഹബൽ ഖൗഫു സലഖൂകും ബിഅൽസിനത്തിൻ ഹിദാദ്. സൂറത്തുൽ അഹ്സാബിന്റെ 19ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുദ്ധം നടക്കാൻ പോകുന്നു എന്ന ഭയം, ആ ഭയം വന്നാൽ റഅയ്തഹും, നബിയെ തങ്ങൾക്ക് ആ കപടന്മാരെ കാണാം, യൻദുറൂന ഇലൈക, തങ്ങളിലേക്ക് ഇങ്ങനെ അവർ ദയനീയമായി നോക്കുന്നുണ്ടാകും.
തദൂറു അയ്യുനുഹും കല്ലദീ യുഗ്ശാ അലൈഹിം മിനൽ മൗത്തി. മരണഭയം കൊണ്ട് കണ്ണിങ്ങനെ ചുറ്റിക്കുന്നവനെ പോലെ ഇവരുടെ കണ്ണിങ്ങനെ എന്താണ്ടാവും, പ്രത്യേകമായിട്ട് കറങ്ങുന്നുണ്ടാകും. ഇനിയിപ്പോ എന്തൊക്കെയാ നടക്കാൻ പോണാവോ എന്ന വല്ലാത്തൊരു ബേജാറും ഭയവും ഒക്കെ അവരുടെ മുഖത്ത് പ്രകടമാകും. അതേസമയത്ത് ഫൈദാ റഹബൽ ഖൗഫു, ഭയം നീങ്ങിയാൽ, യുദ്ധമില്ല എന്നൊരു കണ്ടീഷൻ വന്നു, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകാതിരിക്കാനുള്ള അനുവാദം ഇവർക്ക് കിട്ടി, എന്നാൽ സലഖൂക്കും ബി അൽസിനത്തിന് ഹിദാദ്, മൂർച്ചയുള്ള നാവുമായി നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ട്രോളാനുള്ള സമയം അവർ കണ്ടെത്തും. യുദ്ധമൊന്നുമില്ല എന്നുള്ള കണ്ടീഷൻ വന്നാൽ പിന്നെ ഭയങ്കര വാചകമടിയായിരിക്കും. എന്തിനു ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ രംഗത്തുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നിർഭയത്വത്തെ സംബന്ധിച്ചുള്ള നല്ല ശക്തിയുള്ള വാദങ്ങൾ അവർ ഉന്നയിക്കും. അതേസമയത്ത് യുദ്ധം വന്നാലോ ഏറ്റവും വലിയ ഭീരുക്കളായിട്ട് അവർ മാറുകയും ചെയ്യും. ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ട ഗതികേടുണ്ടായാലും ഈ കപടന്മാർ പഠിക്കില്ല. അവർ പിന്നെയും നാണക്കേടിൽ നിന്ന് നാണക്കേടിലേക്ക് സഞ്ചരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് പടച്ചോൻ തുടർന്ന് പറഞ്ഞത്, റളു, അവർ പൊരുത്തപ്പെട്ടു, തൃപ്തിപ്പെട്ടു, ബിഅൻ യകൂനു മഅൽ ഖവാലിഫി, യുദ്ധത്തിന് പോകാതെ പിന്തിയവരോടൊപ്പം ആകാൻ അവർ ഇഷ്ടപ്പെട്ടു. യുദ്ധത്തിന് പോകാതിരിക്കാൻ അനുവാദമുള്ളവരാരാ? സ്ത്രീകളും കുട്ടികളും അതേപോലെ തന്നെ മറ്റു കാരണങ്ങളുള്ളവരുമാണ്. അവരോടൊപ്പം ഇരിക്കാൻ ഇവരും ഇഷ്ടപ്പെട്ടു. വതുബിഅ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേലിൽ സീല് വെക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നന്മ മനസ്സിലേക്ക് കയറാത്ത വിധത്തിലുള്ള ദുസ്വഭാവത്തിന്റെ ഉടമകളായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലപാടാണ് സ്ഥിരപ്പെടുത്തി. ഫഹും ലാ യഫ്ഖഹൂൻ, അപ്പോൾ അവർ ചിന്തിക്കുന്നില്ല. എന്ത്? ലാ യഫ്ഹമൂന മാ ഫീഹി സലാഹുൽ ലഹും ഫയഫ്അലൂഹു, അവർക്ക് യഥാർത്ഥത്തിൽ നന്മയുള്ള സംഗതികൾ അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ നന്മയുള്ള സംഗതികൾ അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഫയഫ്അലൂഹു, അതവർ പ്രവർത്തിക്കുമായിരുന്നു. അതേസമയത്ത് വലാ മാ ഫീഹി മളറത്തുൽ ലഹും, അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർ ആലോചിക്കുന്നില്ല. ഫയജ്തനിബൂഹു, അങ്ങനെയാണെങ്കിൽ അതവർ വർജിക്കുമായിരുന്നു, ഒഴിവാക്കുമായിരുന്നു. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും യുദ്ധത്തിന് പോകുന്നു. അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്നു. അതേ പ്രതിഫലത്തിന് ഇവരും അർഹരാവേണ്ടവരായിരുന്നു. അതേസമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ആ പോയവർക്ക് പ്രശംസയും ലഭിക്കുന്നു. അവർക്ക് അല്ലാഹു തആല ഒരുപാട് സൗകര്യങ്ങളും സന്തോഷങ്ങളും ഒരുക്കി കൊടുക്കുന്നു. എന്നാൽ യുദ്ധത്തിന് പോകാതെ, കാരണമില്ലാതെ യുദ്ധത്തിന് പോകാതെ വീട്ടിൽ നുണ പറഞ്ഞിരുന്ന ആളുകൾ അവരെ അള്ളാഹുവിന്റെ മുന്നിൽ വഷളാവുന്നു. അള്ളാഹു അവരെക്കുറിച്ചുള്ള മോശമായ നിലപാട് ജനങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നു. അങ്ങനെ അവർക്ക് യുദ്ധവുമില്ല, അതേസമയത്ത് സമൂഹത്തിന്റെ മുന്നിൽ പേരുമില്ല, നന്മയുമില്ലാത്ത ഒരവസ്ഥ, എല്ലാ അർത്ഥത്തിലുള്ള ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥയുണ്ടാകുന്നു. എന്നിട്ടും അവരത് ചിന്തിക്കുന്നില്ല. ഞങ്ങളിങ്ങനെ യുദ്ധത്തിന് പോകാതെ ഭീരുക്കളായിരിക്കുന്നത് സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ ഞങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ വഷളത്തരം അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും അവരാലോചിക്കാതെ യുദ്ധത്തിന് പോകാതിരിക്കാൻ അനുവാദമുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂടെ അവരവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുന്നു. അത് വല്ലാത്ത നാണക്കേടാണ്. എന്നാൽ ലാക്കിനിർ റസൂലു, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീന ആമനൂ മഅഹു, തങ്ങളുടെ കൂടെയുള്ള സത്യവിശ്വാസികളും ജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ സമ്പത്തുകൾ കൊണ്ടും അവരുടെ ശരീരങ്ങൾ കൊണ്ടും അവർ സമരം ചെയ്യുന്നു. വിശ്വാസികൾക്കുള്ള കപടന്മാരെ ആക്ഷേപിച്ചതിന് ശേഷം വിശ്വാസികൾക്കുള്ള പ്രശംസയാണ് ഇവിടെ എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. ലമ്മാ ദക്കറ തആല ദമ്മൽ മുനാഫിഖീന, കപടന്മാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ അല്ലാഹു പറഞ്ഞപ്പോൾ ബയ്യന സനാ അൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കുള്ള പ്രശംസയും അല്ലാഹു വിശദീകരിക്കുകയാണ്. വമാ ലഹും ഫിൽ ആഖിറത്തിഹിം, പരലോകത്ത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചും അല്ലാഹു തആല പറയുകയാണ് ഇവിടെ. അതാണ് ലാക്കിനിർ റസൂലു, കപടന്മാർ യുദ്ധത്തിന് പോകാതിരിക്കാൻ, യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കുന്നു. എന്നാൽ ലാക്കിനിർ റസൂലു, പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീന ആമനൂ മഅഹു, തങ്ങളുടെ കൂടെയുള്ള വിശ്വാസികളും ജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ സമ്പത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അവർ പോരാടുന്നു. വഉലൈക ലഹുമുൽ ഖൈറാത്ത്, അങ്ങനെ പോരാടുന്ന ആ സത്യവിശ്വാസികൾക്ക് വലിയ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. പാരത്രിക ജീവിതത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലും അതേപോലെ തന്നെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലുമൊക്കെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടം നൽകുന്നുണ്ട്.
എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും അള്ളാഹു അവർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി അനന്തമായ പാരത്രിക ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നതുകൊണ്ട് അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവർ. ഈ കപടന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധത്തിൽ നിന്ന് കുതന്ത്രങ്ങൾ പറഞ്ഞവർ രക്ഷപ്പെട്ടാൽ പോലും യഥാർത്ഥത്തിൽ അവർ രക്ഷപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ പരീക്ഷണത്തിന് വിധേയരാവുകയാണ് അവർ ചെയ്യുക. അപ്പൊ അവർ പരാജയപ്പെട്ടവരാണ്. തൽക്കാലം ചില ഞാണിന്മേൽ കളികൊണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടുവെങ്കിലും യഥാർത്ഥത്തിൽ അവർ രക്ഷപ്പെടുന്നില്ല. അതേസമയം വിശ്വാസികളോ അവർ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടവരും വിജയിച്ചവരുമാണ്. കാരണം അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് വരുമ്പോ എല്ലാവിധത്തിലുള്ള നന്മകളും അള്ളാഹു അവർക്കോട് ഒരുക്കി വച്ചിരിക്കുകയാണ്. അതാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞത്, അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ, അള്ളാഹു അവർക്ക് തോട്ടങ്ങൾ, സ്വർഗ്ഗങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ അള്ളാഹു തആല അവർക്ക് സംവിധാനിച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹ, ആ തോട്ടങ്ങളിൽ അവർ ശാശ്വതന്മാരായ നിലക്ക്. അവിടുന്ന് കുടിയിറക്ക് ഭീഷണി അവർ നേരിടുന്നില്ല. അവരെ അള്ളാഹു പുറത്താക്കില്ല. അവർ പുറത്തു പോകാൻ ഇഷ്ടപ്പെടുകയും ഇല്ല. അങ്ങനെ കാലാകാലം അവർക്ക് സുഖിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരം അള്ളാഹു തആല നൽകുന്നു. ദാലിക്കൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. അല്ലേ? അനന്തമായ പാരത്രിക ജീവിതത്തിൽ ഒരിക്കലും ഇനി ടെൻഷൻ അടിക്കേണ്ടതില്ലാത്ത, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതില്ലാത്ത, ദുരിതക്കയത്തിലേക്ക് എടുത്തെറിയപ്പെടാത്ത സാഹചര്യങ്ങൾ അവരെ കാത്തിരിക്കുന്നു. അവർക്ക് സന്തോഷത്തിനുമേൽ സന്തോഷം, അതേപോലെ തന്നെ സുഖത്തിനുമേൽ സുഖം അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുകയാണ്. അതേസമയം ഭൂമി ലോകത്ത് അവർ കുറഞ്ഞ ദിവസത്തെ കഷ്ടപ്പാട്, അതേപോലെ കുറഞ്ഞ സമയത്തെ അധ്വാനം അല്ലാഹുവിനു വേണ്ടി, അവന്റെ ദീനിനു വേണ്ടി, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി അവർ ത്യാഗം ചെയ്യാൻ തയ്യാറായി. ആ കുറഞ്ഞ സമയത്തെ ത്യാഗത്തിനു പകരമായി അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സമയങ്ങളിലും അള്ളാഹു അവർക്ക് വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അതല്ലേ വിജയം? അതേസമയത്ത് ഭൂമി ലോകത്ത് ഈ കുറഞ്ഞ സമയത്തെ ത്യാഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറഞ്ഞ ഈ കപടന്മാരോ, ആ കപടന്മാരെ കാത്തിരിക്കുന്നത് പാരത്രിക ജീവിതത്തിലെ അനന്തമായ ജീവിതത്തിൽ അവരെ കാത്തിരിക്കുന്നത് നരകത്തിന്റെ അടിത്തട്ടാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നോക്കൂ, ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എടുത്തെറിയപ്പെട്ടതിനു ശേഷം വീണ്ടും ഒരു വിചാരത്തിന് ശ്രമിക്കാൻ പോലും സന്ദർഭമില്ലാതെ അവരെന്നേക്കുമായി പരാജയപ്പെട്ടുപോയി. അവർ ശിക്ഷകളിൽ നിന്ന് ശിക്ഷകളിലേക്ക് സഞ്ചരിക്കേണ്ട ഗതികേടുണ്ടായി. എന്നാൽ ഭൂമി ലോകത്തവർ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ശരിയായി വിശ്വസിക്കുകയും നബിതങ്ങളോടുകൂടെ പോരാട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കുറഞ്ഞ സമയത്തെ ത്യാഗം കൊണ്ട്, കുറഞ്ഞ സമയത്തെ അധ്വാനം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത വിധത്തിലും വർണ്ണിച്ചവസാനിപ്പിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളിലും അവർക്ക് സന്തോഷത്തോടുകൂടെ കാലാകാലം ജീവിക്കാനുള്ള അവസരമുണ്ടാകുമായിരുന്നു. അത് കളഞ്ഞുകുളിച്ചവർ ബുദ്ധിശൂന്യന്മാരാണ് എന്ന് അല്ലാഹു തആല ഇവിടെ അറിയിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വജാഅൽ മുഅസ്സിറൂന മിനൽ അഅറാബ്. ഇത് നേരത്തെ പറഞ്ഞ എല്ലാ അർത്ഥത്തിലുള്ള കാപഢ്യവും നിലനിർത്തി മുന്നോട്ട് പോയവരെ കുറിച്ചാണ് മുമ്പ് സൂചിപ്പിച്ചതെങ്കിൽ ഇനി മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന, താഴ്വാരങ്ങളിൽ താമസിക്കുന്ന അറബികൾ, കാട്ടറബികൾ എന്ന് നമ്മൾ പറയുന്ന, ബതുക്കൾ എന്നൊക്കെ പറയുന്ന ആ അറബികളിൽ നിന്ന് കാരണം ബോധിപ്പിക്കുന്നവർ തങ്ങളുടെ അടുത്ത് വരും. ലിയുദന ലഹും, അവർക്ക് യുദ്ധത്തിന് പോകാതിരിക്കാൻ സമ്മതം നൽകപ്പെടാൻ വേണ്ടി. വഖഅദല്ലദീന കദബുല്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിഷേധിക്കുന്ന ആളുകൾ അവര് സമ്മതം ചോദിക്കാൻ പോലും വരാതെ വീട്ടിലിരിക്കുകയും ചെയ്യും. എന്നാൽ സയുസീബുല്ലദീന കഫറൂ മിൻഹും, അവരിൽ നിന്നുള്ള നിഷേധികളെ ബാധിക്കുക തന്നെ ചെയ്യുന്നതാണ് അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. ഇവിടെ ഈ വജാൽ മുഅസ്സിറൂന മിനൽ അഅറാബ്, ഗ്രാമീണരിൽ നിന്നുള്ള കാരണം ബോധിപ്പിക്കുന്നവർ വന്നു എന്ന് പറഞ്ഞത് ആ ഗ്രാമീണർ വിശ്വാസികളാണ് എന്നാണ് ഒരു പക്ഷം. അവർക്ക് ചില കാരണങ്ങളുണ്ട് യുദ്ധത്തിന് പോകാതിരിക്കാൻ. അവർ ആ കാരണം ബോധിപ്പിച്ച് നബിതങ്ങളിൽ നിന്ന് യുദ്ധത്തിന് പോകാതിരിക്കാനുള്ള അനുവാദം വാങ്ങി. എന്നാൽ കാരണമൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന കപടന്മാരോ, അവര് കാരണം പോലും നബിതങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കാതെയും യുദ്ധത്തിൽ നിന്ന് പിന്മാറി വീട്ടിലിരിക്കുന്ന ഗതികേടുണ്ടാക്കി എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, ഈ കാരണം ബോധിപ്പിക്കുന്ന അറാബികൾ എന്ന് പറഞ്ഞതും ആരെന്നെ, കപടന്മാരെന്നെയാണ്. ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി നബിതങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ശ്രമിച്ചു. അപ്പൊ അവർ ചിലര് കാരണം ബോധിപ്പിച്ച് രക്ഷപ്പെട്ടു,
മറ്റു ചിലർ കാരണം ബോധിപ്പിക്കാൻ വരാതെയും യുദ്ധത്തിൽ നിന്ന് പിന്മാറി. രണ്ടാണെങ്കിലും സയുസീബുല്ലദീന കഫറൂ മിൻഹും, അവരിൽ നിന്നുള്ള നിഷേധികളെ ബാധിക്കുക തന്നെ ചെയ്യുന്നതാണ്. അദാബുൻ അലീമുൻ, വേദനാജനകമായ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ലത് ഉൾക്കൊള്ളാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.